ശ്രീ മുഹമ്മദ് മോസിൻ. സർ, നമ്മുടെ ഈ സർക്കാർ പ്രതിസന്ധി കാലത്ത് ജനങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടനുഭവിക്കുന്ന ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സർക്കാരാണ്. ഈ ഓണക്കാലത്ത് സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി, അവരുടെ ഓണം ആഘോഷപൂർവ്വമാക്കുന്നതിന് വേണ്ടി സൗജന്യ ഭക്ഷ്യക്കിറ്റ് ഏതൊക്കെ വിഭാഗത്തിനാണ് സർക്കാർ കൊടുത്തത്? ഈ ഇനത്തിൽ സർക്കാരിന് എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട്? ഓരോ വിഭാഗത്തിനും എത്ര വീതം കിറ്റുകളാണ് വിതരണം ചെയ്തത് എന്നാണ് എൻ്റെ ചോദ്യം. സർ, എല്ലാ AAY കാർഡ് ഉടമകൾക്കും പെർമിറ്റുള്ള ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാരിൽ 4 പേർക്ക് ഒരു കിറ്റ് എന്ന നിരക്കിലും വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിലെ എല്ലാ കാർഡ് ഉടമകൾക്കും സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിയിട്ടുണ്ട്. സർ, ഈ ഇനത്തിൽ സർക്കാർ 34.29 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. AAY വിഭാഗത്തിന് 5,59,046 കിറ്റുകളും വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ 1,390 കിറ്റുകളും ക്ഷേമസ്ഥാപനങ്ങൾക്ക് 8,006 കിറ്റുകളുമാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ശ്രീ VR സുനിൽകുമാർ. സർ, പൊതുവിതരണ ശൃംഖലയെ വൈവിധ്യവൽക്കരിക്കാനും റേഷൻ വ്യാപാരികൾക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താനും ആരംഭിച്ച K-സ്റ്റോർ പദ്ധതിയുടെ പുരോഗതി വ്യക്തമാക്കാമോ? സംസ്ഥാനത്ത് നിലവിൽ എത്ര K-സ്റ്റോറുകൾ പ്രവർത്തിച്ചു വരുന്നു? റേഷൻ ഇതര ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെയും അനുബന്ധ സേവനത്തിലൂടെയും K-സ്റ്റോറിലുണ്ടായ വിറ്റുവരവ് എത്രയെന്ന് വ്യക്തമാക്കണം. സർ, സംസ്ഥാനത്ത് ആകെ 1,201 K-സ്റ്റോറുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. 2024 ഓഗസ്റ്റ് മാസം വരെ റേഷൻ ഇതര ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെയും അനുബന്ധ സേവനങ്ങളിലൂടെയും K-സ്റ്റോറുകളിൽ 8,97,00,000 രൂപ വിറ്റ് വരവുണ്ടായിട്ടുണ്ട്. സർ, ശ്രീ CC മുകുന്ദൻ. സാർ, ഒരു വർഷക്കാലമായി റേഷൻ കടയിലൂടെ പഞ്ചസാര ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മാത്രം അനുവദിച്ചു നൽകിയിരുന്ന പഞ്ചസാര വിതരണം നിലച്ചുപോയതിൻ്റെ കാരണം വ്യക്തമാക്കാമോ? ഇതിനെ പുനരാരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വിഷയം വളരെ ശരിയായ ഒരു വിഷയമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി സംസ്ഥാനത്തെ മഞ്ഞ കാർഡ് ഉടമകൾക്ക് റേഷൻ കടകളിലൂടെ പഞ്ചസാര വിതരണം നടത്തി പോകാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. പൊതുവിതരണ വകുപ്പ് ആവശ്യപ്പെടുന്നത് പ്രകാരം സപ്ലൈകോ വിപണിയിൽ നിന്നും പഞ്ചസാര വാങ്ങിയാണ് ഇതിനായി നൽകിയിരുന്നത്. 2023 സെപ്റ്റംബർ വരെ ഇപ്രകാരം പഞ്ചസാര വിതരണം നടത്തിയിരുന്നു. മഞ്ഞ കാർഡ് ഉടമകൾക്ക് AAY 21 രൂപ നിരക്കിൽ 1 കിലോ പഞ്ചസാരയാണ് പ്രതിമാസം വിതരണം ചെയ്തു വന്നിരുന്നത്. പൊതുവിപണിയിൽ നിന്നും കിലോഗ്രാമിന് 42 രൂപ നിരക്കിൽ വാങ്ങിയാണ് സപ്ലൈകോ പൊതുവിതരണ വകുപ്പിന് നൽകുന്നത്. ഇതിൽ 18.18 രൂപ കേന്ദ്ര സബ്സിഡിയായി സപ്ലൈകോയ്ക്ക് ലഭിക്കുന്നുണ്ട്. പഞ്ചസാര വിൽപ്പനയിലൂടെ ലഭിക്കുന്ന 21 രൂപയിൽ 50 പൈസ റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷനായി നൽകുകയാണ്. ബാക്കി 20 രൂപ 50 പൈസ കേന്ദ്ര സബ്സിഡിയായ 18 രൂപ 50 പൈസയും ഉൾപ്പെടെ 39 രൂപ മാത്രമാണ് സപ്ലൈകോയ്ക്ക് തിരിച്ചു ലഭിക്കുന്നത്. അതായത് 1 കിലോഗ്രാമിന് 3 രൂപ നഷ്ടം സഹിച്ചാണ് സപ്ലൈകോ പൊതുവിതരണ വകുപ്പിന് നൽകി വരുന്നത്. ഇത്തരത്തിൽ നഷ്ടം സഹിച്ച് പഞ്ചസാര വിതരണം ചെയ്യാൻ കഴിയില്ലെന്ന് സപ്ലൈകോ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന പഞ്ചസാരയുടെ വില പരിഷ്കരിക്കുന്നതിന് സർക്കാർ പരിശോധിച്ച് വരികയാണ്. സർ.